ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നാണ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത നമ്മുടെ കല്യാണ ദിവസം, അതായത് വെഡ്ഡിങ് വ്ളോഗ്. നിങ്ങളും നമ്മളും എല്ലാവരും കാത്തിരുന്നൊരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഷെഡിൽ കിടക്കാനുള്ള സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിലോട്ട് കിടക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ ഷിനാജും കൂടെ രാത്രി. അപ്പോൾ എണീറ്റിട്ട് നമ്മൾ രാവിലെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഷെഡിൽ ഇപ്പോൾ എൻ്റെ നാത്തൂമാരും മക്കളും എൻ്റെ ഉമ്മായും വാപ്പായും പിന്നെ എൻ്റെ അമ്മായിമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ വീട്ടിലെ ആൾക്കാർ കൂടുതലുള്ളപ്പോൾ ഞാൻ ഷിനാജും ഇങ്ങനെ ഏതെങ്കിലും കസിൻസിൻ്റെ വീട്ടിൽ പോയി കിടക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ഉമ്മ കറിക്കുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്തിരിയും പൊറോട്ടയും പിന്നെ ഓൾറെഡി നമ്മൾ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് കുക്ക് ചെയ്യലൊന്നും നടക്കത്തില്ല എന്ന് ഉദ്ദേശിച്ചത് എല്ലാവരും കൂടെ പിടിച്ചാൽ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ അടുക്കളയിൽ സൗകര്യങ്ങളും കുറവാണ്. പിന്നെ ഇത്രയും ആൾക്കാരില്ലേ, വെറുതെ സമയവും പോകും. നമുക്ക് വൈകുന്നേരമാണ് കല്യാണമെങ്കിലും നമുക്ക് നേരത്തെ പണി തീർക്കണ്ടേ. കഴിഞ്ഞ ഡിസംബർ 14 14 ഇവിടെ 15 ഇവിടെ 15 ചോറ് തിന്നോ? ഒരെണ്ണം 2 വീതം വന്നു. ഞാൻ സുന്ദരനാണ്. പിടിക്കും അർജുന ശോഭൻ സുഖല്ലേ? അപ്പോൾ ഗൈസ് രണ്ടാമത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടിയ പണി നമ്മൾ കൊടുത്തിരിക്കും. ആണേ ചെക്കനും ടീമുകളും മാറ്റണേന് മുന്നേ ഫോട്ടോ എടുക്കാൻ വന്നിരിക്കണേ. ഇതൊക്കെ മോനെ ഞാൻ ജസ്റ്റ് മെസ്സേജുകൾ വിടുള്ളൂ. അപ്പോഴാ പറയുന്നത് എടുത്തോ, എത്ര ഫോട്ടോ വാങ്ങി എന്നാണ് എൻ്റെ ഓരോരുത്തർ അയച്ചത്. നമ്മള് അടുത്ത സാധനം ഇറക്കിക്കണ്. ഷിനാജി പോസ്റ്റർ ഒട്ടിക്കാൻ ഓഡിറ്റോറിയത്തിലോട്ട് ചെന്നപ്പോഴാണ് കേട്ടോ. ചെറുക്കനും പെണ്ണ് റീൽസിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവർക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ ഇത് ഇവരിപ്പോൾ വന്നതുകൊണ്ട് കണ്ടുപിടിച്ചിന്. ഇതാണെങ്കിൽ ഓടി നടന്ന ആ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓഡിറ്റോറിയത്തിലേക്ക് കൊച്ചും ഷിനാജും കൂടെയാണ് കേട്ടോ ഈ പോസ്റ്റർ ഒട്ടിക്കാൻ പോയത്. കൊച്ചും എടുത്ത വീഡിയോസാണിത്. ഞങ്ങളുടെ കല്യാണ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങളുടെ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൽ ഇതേപോലെ കുറേ പോസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഷിനാജിൻ്റെ പണ്ടത്തെ കാലത്തെ കുറേ കൊള്ളാത്ത ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഓരോ ഡയലോഗായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോനും പിന്നെ വേറെ കുറച്ച് ടീംസും കൂടെയാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം ഈ നിത പറഞ്ഞ പോലെ കർമ്മ റിട്ടേൺസ് എന്ന ആൾ പറഞ്ഞ പോലെ കർമ്മയാണ്, തിരിച്ച് കൊടുക്കണമല്ലോ. ഇങ്ങോട്ട് കിട്ടിയ പണി ഇരട്ടിയായിട്ട് തിരിച്ച് കൊടുക്കണമെന്നാണല്ലോ. അപ്പോൾ ഷിനാജാണ് ഫ്ലെക്സും പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് ഒട്ടിച്ചെന്താ ആൾ വന്നിട്ട് ഇതേ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെൻസിലുള്ളതുകൊണ്ട് നമുക്ക് ഈസിയാണ് കേട്ടോ, കുറേ സമയം കളയണ്ട. ജസ്റ്റ് സ്റ്റിക്കർ ഒട്ടിക്കുക, മൈലാഞ്ചി തേച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. നമ്മൾ ഇടുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരും. പിന്നെ ബിഗ് ബിയോണ്ടാണ് ഇട്ടത്, കാരണം നമുക്ക് മറ്റേ മൈലാഞ്ചി ഇട്ടിരിക്കാനുള്ളൊരു സമയമില്ല. അത് ഇട്ടാൽ കുറച്ചധികം നേരം നമ്മൾ കയ്യിൽ വെച്ചോണ്ടിരിക്കണമല്ലോ, അതിനുള്ള സമയമില്ല. ഇന്ന് വൈകുന്നേരമാണല്ലോ നമുക്ക് റിസപ്ഷൻ. അപ്പം ബിഗ് ബി കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഉച്ചക്കത്തേക്ക് ഫുഡിനുള്ള മുരിങ്ങയില ചെറിയത് ഉമ്മയൊക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ ഊരിയെടുക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ തിരക്ക് പിടിച്ച പണിയിലാണ്. ഞാൻ പിന്നെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നെ ഒരുക്കാനായിട്ട് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ഷെഡിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കസിൻ്റെ വീട്ടിലേക്കാണ് അവരെ കൊണ്ടുപോയത് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. പാർട്ടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആൾ വന്നത്. എനിക്ക് ഇങ്ങനെ ആളെ വിളിച്ച് ചെയ്യിക്കണമെന്നൊന്നും എൻ്റെ മനസ്സിൽ അങ്ങനെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഹെയർ ഏതെങ്കിലും ഒരു വെറൈറ്റി മോഡലിൽ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇവരുടെ മെസ്സേജ് കണ്ടത്. പാർട്ടി മേക്കപ്പ് ചെയ്യാൻ ഇവർ വരട്ടേന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് ആയി. അപ്പോൾ ഞാൻ അവരോട് ചാറ്റ് ചെയ്തപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ഓക്കെ വന്നോളാൻ പറഞ്ഞേ. അങ്ങനെ അവരൊരു 11 മണി 11:30 ആയപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. ഏകദേശം ഒരു 2 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് 1-2 ഫോട്ടോസ് വീഡിയോസ് ഇടുന്നതിന് മുമ്പ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടപ്പോൾ കുറേ നെഗറ്റീവും വന്ന് പോസിറ്റീവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കമൻറ്റ്സ്. ലുക്ക് ബോറാണ്, ഡ്രസ്സ് ബോറാണ്, പഴയ മോഡലാന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല, കാരണം നെഗറ്റീവും പോസിറ്റീവും അതൊക്കെ സ്വാഭാവികമാണല്ലോ. മേക്കപ്പ് ചെയ്തിട്ട് അവർ പോയി. എനിക്ക് ഹെയർ സ്റ്റൈൽ മാറ്റണോ വേണ്ടതെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഷിനാജ് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ വേണ്ടല്ലോ, ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ തന്നെ ആക്കിക്കോളാൻ പറഞ്ഞേ. അയ്യോ ഓവറായെന്നൊക്കെ ഉള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞ് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല, ഓവറായിട്ടൊന്നും ഇല്ലാതാണ്.
അപ്പോൾ എന്തായാലും നല്ലപോലെ ചെയ്തു, നല്ല ഫിനിഷിംഗ് ഉണ്ട് സംഭവം. എനിക്കൊരു വീഡിയോക്ക് സൗണ്ട് കൊടുക്കാനുണ്ട് അർജൻറ്റായിട്ട്. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് മുകളിലോട്ട് വന്നതാണ്. സൗണ്ട് കൊടുത്തിട്ട് ഞങ്ങളിനി പോകുവാണ്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ വഴിയേ കാണാം. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ വന്ന ആൾ ബിഗിനറാണ് കേട്ടോ. അയാൾ മിനിമൽ ആയിട്ടുള്ള വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് പേഴ്സണലി എനിക്ക് ചെയ്ത മേക്കപ്പ് ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഫേസിലേക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലെൻസ് വെക്കണമെന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ബോറായിട്ട് തോന്നിയില്ല. പിന്നെ എൻ്റെ ഹെയർ ആ 2 ഭാഗവും കുറച്ച് കട്ട് ചെയ്തായിരുന്നു ഞാൻ ലെങ്ത്. അതെനിക്ക് കുറച്ച് ലെങ്ത് കുറഞ്ഞ പോലെ തോന്നി, അല്ലാണ്ട് എനിക്കൊന്നും ബോറായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴും ഒരേപോലെ ഹെയർ സ്റ്റൈൽ ഇട്ടാൽ നിങ്ങളെല്ലാവരും പറയും ഹെയർ സ്റ്റൈലൊന്നും മാറ്റി പിടിച്ചുകൂടെയെന്ന്. ഡ്രസ്സ് ഞാൻ നോർമലി ഉള്ള ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾ പറയും കുറച്ചുകൂടെ പാർട്ടി വെയർ ആയിട്ടുള്ള ഇട്ടേന്ന്. പാർട്ടി വെയർ ആയിട്ട് നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടപ്പോൾ പറഞ്ഞ് പഴയ മോഡലാണ്. ഹെയർ സ്റ്റൈൽ മാറ്റി വെച്ചപ്പോൾ പറഞ്ഞ് അതൊരു ചേർച്ചയില്ല മുഖത്തിനെന്ന്. അപ്പോൾ പലവർക്കും പല അഭിപ്രായങ്ങളാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഹെയർ സ്റ്റൈൽ ഞാൻ ഒരിക്കലും മാറ്റി ചെയ്യാത്തത്. കാരണം എൻ്റെ ഫേസ് കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ തന്നെയാണ് എനിക്ക് നല്ലത്. മാറ്റിക്കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഫേസിനുള്ള കുഴപ്പം. അപ്പോൾ ഹെയർ സ്റ്റൈലൊന്നും മാറ്റിക്കൂടെ എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വെറൈറ്റി ആക്കാമല്ലോ, എപ്പോഴും ഒരേപോലെ കെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ മുടി കെട്ടിയത്. ഞാൻ ഷിനാജിനോട് ചോദിച്ചു കുഴപ്പമുണ്ടോ ബോറായെന്ന് ചോദിച്ചപ്പോൾ ഷിനാജ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എപ്പോഴും ഒരേപോലെ അല്ലേ, ഒരു വെറൈറ്റി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ ഞാൻ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോഴും ആരും അങ്ങനെ മോശമായിട്ട് എന്നോട് പറഞ്ഞില്ല. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും ഇതാണ് നീ ഇത്ര വലിയ ഹൈപ്പ് ഇട്ട് കാണിച്ചത്, 10 പൈസക്ക് ഇല്ല, ഒരു ഭംഗിയില്ല, പഴയ മോഡൽ, അങ്ങനെയൊക്കെ കുറേ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഡ്രസ്സിൽ. എനിക്കൊരിക്കലും അത് പഴയ മോഡലായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണത്. എന്നെ കണ്ടവർക്കും എൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കോംപ്ലിമെൻറ്റ്സ് ആണ് എല്ലാവരും പറഞ്ഞത്. ലെൻസിന്റെ കൊണ്ടുണ്ട് വരമപോർ അങ്ങനെ എന്തെങ്കിലും അതറിഞ്ഞാൽ മതി. ഞാനാണെങ്കിലും ഈ കാണുന്നവരോടും പോകുന്നവരോടൊക്കെ എൻ്റെ മേക്കപ്പ് ഓവറായ ഡ്രസ്സ് കൊള്ളാമെന്നായിരുന്നു ഫസ്റ്റ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആരും അങ്ങനെ നെഗറ്റീവ് പറഞ്ഞില്ല. മുടി ഫ്രണ്ടോട്ട് ഇട്ടത് അതിൻ്റെ ലെങ്ത് കുറച്ച് കുറഞ്ഞു പോയത്, എന്തിനാ കട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അല്ലാണ്ട് ആരും ഒരു ബോറും പറഞ്ഞില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നിയത് എന്താണോ തോന്നിയത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അതിന് നമ്മൾ റിപ്ലൈ തരുമ്പോൾ നമ്മൾ റേസ് ആയിട്ട് പറയാമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. 1-2 പേർക്ക് റിപ്ലൈ കൊടുത്തപ്പോൾ നെഗറ്റീവായിട്ട് തിരിച്ച് വന്ന് നമ്മൾ നോർമലി പറയുന്ന പോലെയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം പറയുന്ന രീതിയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തെടുക്കുക. എല്ലാവരും സ്കാൻ ചെയ്യാം, ഇത് സ്കാൻ ചെയ്യാം. അപ്പം അറിയാം കല്യാണത്തിന് എന്താ അറിയോ, ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കട്ടെ, ക്ലിയർ ആയിട്ട് കാണിക്കട്ടെ. പണിയാണോ വെറുതെ പണി നമ്മൾ കൊടുത്തിരുന്നു. ഞാനല്ലേ പുള്ളിക്കാരി വരാൻ മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു ബിഗിനർ അല്ലേ, നമ്മുടെ വീഡിയോ വഴി ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, വർക്കൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി. അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ വന്നതും ഞങ്ങളുടെ പേജും അങ്ങനെയൊന്നും നിങ്ങൾ റിവീൽ ചെയ്യണ്ട, പിന്നെ വീഡിയോ ഇടണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ മേക്കപ്പ് ചെയ്യുന്നതും അവർ വന്നതും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത. അവർക്കും ഭയങ്കര വിഷമമായെന്ന് പറഞ്ഞ് കമൻറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് എന്തുകൊണ്ട് തോന്നി നന്നായി ഫോട്ടോസ് ആദ്യം അപ്ലോഡ് ചെയ്തതെന്ന്. കാരണം നിങ്ങളുടെ കമൻറ്റ്സിനൊക്കെ എനിക്ക് അത് ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റിയല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് പെണ്ണുങ്ങളെക്കാട്ടിയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചെറുക്കന്മാരാണ് കേട്ടോ. അടിപൊളിയായിരുന്നു അവന്മാരെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല പക്ക സ്റ്റാൻഡേർഡ് ലുക്കായിരുന്നു. ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തുമ്പോഴത്തേക്കും മണിയും ഫവാസും വന്നിട്ടുണ്ടായിരുന്നു. അല്ല എൻ്റെ മുഖം ഇത് ഞാൻ പറയൂല, ഇത് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത്. ഇജ്ജ് പറ, എന്നാലും പറ. ഞാൻ പറയുമ്പോൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, നീതി അവര് ഞാൻ പറഞ്ഞില്ലേ കാണുന്നവരോടും പോകുന്നവരോടൊക്കെ ഞാൻ ഫസ്റ്റ് എൻ്റെ ലുക്ക് എങ്ങനെയുണ്ട്, ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കേട്ടോ ചോദിച്ചത്. കുറേ പേര്, ഒരു 100-90 ആൾക്കാരും അടിപൊളി എന്നാണ് പറഞ്ഞത്. അതിൽ 10 പേര് മാത്രമാണ് ഈ ഹെയർ സ്റ്റൈൽ ബോറായി എന്നുള്ളത് പറഞ്ഞത് കേട്ടോ. എല്ലാവരും നെഗറ്റീവ് അല്ല പറഞ്ഞത്, കുറച്ച് പേര് മാത്രമാണ് നെഗറ്റീവ് പറഞ്ഞത്. ഞാൻ ആ ഫ്രണ്ടിലത്തെ മുടി കട്ട് ചെയ്തതാണ് എല്ലാത്തിനും പ്രശ്നമായത്. അതാണ് മെയിനായിട്ടും ബോറായി നിൽക്കുന്നതെന്നാണ് കണ്ടവരൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഹെയർ സ്റ്റൈൽ മാറ്റണം, വീട്ടിൽ പോയി ചേഞ്ച് ചെയ്യണം എന്നൊക്കെ കുറേ ചിന്തിച്ചു. അപ്പോൾ ഷിനാജ് നല്ല കട്ട സപ്പോർട്ടായിട്ട് കോൺഫിഡൻസാണ് എൻ്റെ കൂടെ നിന്ന്. നീ ഒന്നും നോക്കണ്ട, ഭംഗി അടിപൊളിയാണ് നിന്നെ കാണാൻ, ഞാനല്ലേ പറഞ്ഞത്, ഒരു വെറൈറ്റി ഇരുന്നോട്ടെ, ഇനി ഒന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാൻ പോയില്ല കേട്ടോ. ഇത് നമ്മൾ ചെറുക്കനെയും പെണ്ണിനെ സ്റ്റേജിലോട്ട് കയറ്റുന്ന ആ ഒരു സംഭവമാണ്. എന്തായാലും ചെറുതായിട്ട് എനിക്ക് ആ മേക്കപ്പിൻ്റെയും ഡ്രസ്സിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് മറന്ന് പക്ക പിന്നെ ഫുള്ളി നമ്മൾ കല്യാണത്തിലേക്ക്, അതായത് പരിപാടിയിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് പിന്നെ അതിൻ്റേതായ സന്തോഷത്തിലായിരുന്നു. കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കല്യാണമായിരുന്നു കേട്ടോ ഇത്. പെട്ടെന്ന് കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എത്ര ദിവസത്തെ പ്രിപ്പറേഷനും ഓട്ടവും ഷോപ്പിംഗ് ഒക്കെയാണ്. ഞാനാണെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചതാണ് മോനുവിൻ്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് തന്നെ മോനുവിന് ഇങ്ങനെ പെണ്ണ് നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കൊക്കെ ഞാൻ അമ്മൂനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ വന്നു കഴിഞ്ഞിട്ട് മതി കല്യാണം, എനിക്ക് എന്തായാലും കല്യാണം കൂടണം, ഭയങ്കര
ഭയങ്കര ആഗ്രഹം എന്നൊക്കെ ഉള്ളത്. എന്തായാലും ഞാൻ വന്നു കഴിഞ്ഞിട്ട് തന്നെയാണ് കല്യാണം കൂടാൻ പറ്റി എനിക്ക്. എൻ്റെ ഡ്രസ്സിൻ്റെ മേക്കപ്പിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ ഞാൻ കമൻസിലൂടെ കണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫാമിലിയുടെ എല്ലാവരുടെയും ഞങ്ങളെല്ലാവരും കൂടെ മെറൂൺ ഇട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉമ്മായി മെറൂൺ കളർ സാരി തന്നെയാണ് കേട്ടോ ഉടുത്തത്. മോനുവിൻ്റെ വക ഉമ്മാക്ക് ഒരു സാരി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മേമാട് അവിടെ നിന്ന്. അപ്പോൾ ആ സാരിയാണ് ഉമ്മ എടുത്തത്. നമ്മൾ എടുത്തു കൊടുത്ത സാരി ഉടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അസുവാൻ്റെ അല്ലുവിൻ്റെ ഒക്കെ ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ അതേവരെ സ്റ്റേജിൽ കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോയി. ഞാനും പൊന്നും കൂടി ഇവിടെ ഇരിക്കുവാണ്. പ്രത്യേകിച്ചൊരു പണിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു. നാളെ പാത്രം കഴിക്കാൻ വെക്കും ഇജും വന്നെങ്കിൽ പോരി. ഞങ്ങൾ ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തു. പോവാത്തോ വാ വെറുതെ പോയി ഇപ്പൊ കുറച്ച് നിന്നിട്ട് പിന്നെ പോകാൻ നേരം കുറച്ച് തിന്നാനല്ല വെറുതെ പോയി നോക്ക പോരി നമുക്ക് ഇപ്പൊ ഗൈസ് ഇനി നമുക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല കാണിക്കാൻ. മേമ തിന്നു തിന്നാൻ കണ്ട എന്റെ ഉമ്മ വരെ മെറൂണാണ് തന്നെ. പ്രത്യേകിച്ച് പിന്നെ അവിടെ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓഡിറ്റോറിയം നല്ല കിടിലൻ ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റേജിൽ ഷിനാജ് കാണിച്ചു വെച്ച കലാപരിപാടികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് പോർഷനിലൊക്കെ ഓരോ പോസ്റ്റർ ഉണ്ടായിരുന്നു. മണി ഫവാസം ഫുഡ് കഴിച്ചിട്ട് പോകാനിരുന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല. അവിടെ ഇരിക്കും, ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാക്കി കണ്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയേക്കുമായിരുന്നു. എൻ്റെ ചെരുപ്പാണെങ്കിൽ ചെറിയൊരു പണി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പിൽ ഒട്ടിച്ച് വെച്ചിരുന്ന കല്ല് അതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന് ഷിനാജിൻ്റെ ചെരുപ്പും പൊട്ടി നമ്മൾ നെക്സ്റ്റ് ഒന്ന് വാങ്ങിച്ചത് എല്ലാം കൊണ്ട് റിട്ടേൺ കൊടുക്കണം. കാരണം ഒറ്റ യൂസിൽ തന്നെ പൊട്ടുക എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അമ്മൂൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ്. സാജിയും പൂമോളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഫ്രണ്ട് പോർഷനൊന്നും എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ വണ്ടി നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയത് ബാക്ക് സൈഡിൽ കൂടെ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെയാണ് കയറിയത്. അതുകൊണ്ട് ഫ്രണ്ടിലുണ്ടായിരുന്ന ആ പേരും ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സ്റ്റേജിലെ നിദാൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇത് ഫുള്ള്. കുറേ പേരൊക്കെ ഓഫ് വൈറ്റ് കളറിലെ ചുരിദാറും വൈറ്റ് കളർ ഷർട്ടൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കളർ കോമ്പിനേഷൻ. ഞങ്ങളുടെ കളർ ഞാൻ പറഞ്ഞല്ലോ മെറൂൺ ആക്കാൻ കാരണം എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമെന്നുള്ളത്. നമ്മൾ പേസ്റ്റൽ കളേഴ്സാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നെ എല്ലാവർക്കും അതിനോട് വലിയ താല്പര്യമില്ല. പീച്ച് പിസ്ത ഗ്രീൻ അങ്ങനെയൊക്കെ അല്ലേ, അത് ആർക്കും താല്പര്യം ഇല്ലാത്തപ്പോൾ ഞങ്ങൾ പിന്നെ രാത്രിയിലത്തെ പരിപാടിക്ക് ഏത് കളറാണ് നല്ലതെന്ന് നോക്കി. ChatGPT-നോട് നോക്കിയപ്പോഴത്തേക്കും മെറൂൺ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. പിന്നെ വേറൊരു കല്യാണത്തിന് ഞാൻ പോയപ്പോഴത്തേക്കും മെറൂൺ ഭയങ്കര ഡിമ്മായിട്ട് തോന്നി, വലിയ ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ചേഞ്ച് ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായി. ലാസ്റ്റ് ഞങ്ങൾ മെറൂൺ തന്നെ ഫിക്സ് ചെയ്ത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു, നല്ല കിടിലനായിരുന്നു കേട്ടോ. മെറൂൺ ഇട്ട് വന്നപ്പോഴത്തേക്കും നല്ല രീതിക്ക് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. തിരക്കൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല, നമ്മൾ ഗോൾഡിൻ്റെ ഒരു മോതിരമാണ് മോനിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. ഫവാസിൻ്റെ കയ്യിൽ വീഡിയോ എടുക്കുന്ന പറഞ്ഞ് ഫോൺ കൊടുത്തിട്ടാണ് ഞാൻ പോയത്. ആൾ മോതിരം ഇടുന്നത് വീഡിയോ എടുത്തില്ല, ഫോട്ടോസാണ് അതിന് വരെ എടുത്ത് വെച്ചത്. പിന്നെ ഈ മാല ഇടുന്നത് അത് റോൾഡ് ഗോൾഡാണ് കേട്ടോ. ഷിനാജ് വെറുതെ കളിയാക്കാൻ വേണ്ടിയിട്ട് മോതിരത്തിൻ്റെ കൂടെ വെറുതെ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഷിനാജിൻ്റെ കോസ്റ്റ്യൂമും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഡ്രസ്സിനേക്കാളും കൂടുതൽ ഷിനാജിൻ്റെ ആ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആ ഒരു കോട്ടും പാൻറ്റും അതിൻ്റെ കൂടെ ഷൂ ഒക്കെ കൂടി സെറ്റായി വന്നപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ മണീനെ ഫവാസിനെ സ്റ്റേജിൽ വിളിച്ചിട്ട് നമ്മൾ പിന്നെ ഫോട്ടോ എടുത്ത് ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കുവാണ്. സുർബിയാനി ഉണ്ട്, ബീഫ് സുർബിയാനി, വെള്ളയപ്പം, പൊറോട്ടയൊക്കെ ഉണ്ട്, ചിക്കൻ കുറുമ, ചിക്കൻ ഫ്രൈ, വേറെ എന്തൊക്കെയോ ഉണ്ട്. ഞങ്ങൾ കഴിക്കട്ടെ. നമ്മുടെ പിള്ളേരതേ ഇന്നത്തെ ദിവസവും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഡാൻസൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തെ ഈ പരിപാടിയായിരുന്നു. പിന്നെ ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് നേരിട്ട് കാണുന്നത്. കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കിട്ടി കേട്ടോ. രണ്ടുപേരും 1-2 സ്റ്റെപ്സൊക്കെ ഇട്ടിട്ടാണ് കളിച്ചത്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെറിയൊരു മോഹം ഇതിൽ നിന്നൊന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ കല്യാണ സമയത്തൊന്നും ഇതില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആയെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതുവരെ പഴക്കമൊന്നും ആയിട്ടില്ല. ഞങ്ങളെന്നും ഞങ്ങൾ തന്നെയാണ്. അതിന് എത്ര കാലം കഴിഞ്ഞാലും എന്തായാലും ഞങ്ങളും അവിടെ നിന്ന് ഒരു റീൽസൊക്കെ എടുത്ത് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു കേട്ടോ ബാക്ക് സ്റ്റേജിൽ നിന്ന്. ഞാനിത് സെപ്പറേറ്റ് ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്കൊരു ഉന്മേഷമായിരുന്നു. 2-3 സ്റ്റെപ്പ് ഇട്ട് ഒരു റീലിനുള്ള വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ അസുവാനെയും കയറ്റി അസുവാൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അത് ഇവിടെ വന്നിരുന്ന്. ഇവന്മാരാണെങ്കിൽ പോകാൻ പോയിട്ട് ഞാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അവിടെ ഇരിക്കിരിക്കുക ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ട് പിന്നെ പോയാൽ മതിയെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി. ഗൈസ് ഭീമ സ്റ്റേജിൽ കയറി നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട്. നല്ല നിസ്കാരമാണ് അവിടെ. കൊച്ചുവിൻ്റെ പണിയാണ് കേട്ടോ അത്. ഞാൻ അറിഞ്ഞതേ ഇല്ല വീഡിയോ എടുത്തത്. ഞാൻ ഡാൻസ് കളിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഇടാ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോയതാണ്. അപ്പോൾ അതേ നമ്മുടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ 1-2 വട്ടം ഞാൻ പോസ്റ്റ് ചെയ്ത് ബ്ലോക്ക് അടിച്ച് താനെ റിമൂവ് ആയി പോവാണ് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം. എങ്ങനെയൊക്കെ നോക്കിയിട്ടും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പം ഇതും നമ്മൾ കുറേ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് കളിച്ചത്. കാരണം നമ്മൾ കളിക്കാൻ കയറാൻ നിൽക്കുമ്പോഴൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ അടുത്ത ആൾക്കാർ കയറാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ ഒന്ന് ഡാൻസ് കളിച്ചോട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഒരു പറയില്ല ഞങ്ങൾ ഒറ്റ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു എല്ലാവരോടും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും പോയിട്ട് കളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ന് ഏറെക്കുറെ ആൾക്കാരൊക്കെ പോയി. പിന്നെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിട്ട് കളിച്ചതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞങ്ങൾ ഓവറായിട്ട് പ്രാക്ടീസ് ഒന്നും ഇല്ലായിരുന്നു. 2-3 ദിവസം എന്തോ പ്രാക്ടീസ് ചെയ്തുള്ളൂ. അതും എല്ലാവരെയും ഒന്നും കിട്ടുന്ന എല്ലാ ദിവസങ്ങളും നമുക്കില്ലായിരുന്നല്ലോ. ഈ കല്യാണം എടുത്തിട്ടാണ് നമ്മൾ 1-2 വട്ടം കളിച്ച് നോക്കിയത്. എന്തായാലും കുഴപ്പമില്ലാതെ കളിച്ച് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കളിച്ചപ്പോഴത്തേക്കും. ആദ്യമായിട്ടാണല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ കല്യാണ പ്രോഗ്രാമിന് ഡാൻസ് കളിക്കുന്നത്, അതും ഇത്ര വലിയ സ്റ്റേജിലൊക്കെ. അപ്പോൾ അതിൻ്റേതായ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. മെറൂണാണ് നമ്മുടെ ഡ്രസ് കോഡെങ്കിലും അമ്മു ചെറുതായിട്ടൊന്ന് റെഡായി പോയോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചെറുതായിട്ടല്ല, കാര്യമായിട്ട് ആൾ റെഡായി പോയി. എല്ലാത്തിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് റെഡ് ഇട്ട് അങ്ങനെ നടക്കുമായിരുന്നു. എന്തായാലും നമ്മുടെ ഡാൻസ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവരൊക്കെ പോയി കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് നമ്മൾ ഫുള്ള് പാട്ടൊന്നും അതായത് ഫുൾ പാട്ട് കളിച്ചിട്ടില്ല, പകുതി വരെ കളിച്ചിട്ടുള്ളൂ. കാരണം ഫുള്ള് പഠിക്കാനുള്ളൊരു സമയവും സാവകാശവും നമുക്കില്ലായിരുന്നു. ഇത് നമ്മൾ യൂട്യൂബിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഓരോ സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മെഹറൂബ ഇല്ലേ, ആ ഒരു സോങ്ങാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു ആ ഒരു പാട്ടിട്ട് കളിച്ചപ്പോഴത്തേക്കും. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ സോങ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ല കിടിലനായേനെ. എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി ചെക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ഡാൻസ് കഴിഞ്ഞിട്ട് ഇവളുമാർ മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഓരോ പാട്ട്, നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരുന്ന റീൽസ് ഉണ്ടല്ലോ, നമ്മൾ തലേ ദിവസം കളിച്ച സെയിം ഡാൻസ് തന്നെയാണ് ഇവളുമാരതേ ഇന്നും കളിച്ചത്. ഇതാണ് ഗായ്സ് ഫുൾ ഫാമിലി, മേമാൻ്റെ ഫുൾ ഫാമിലിയാണ് എല്ലാവരും. ആ മാമനെവിടെ? റെഡി 1 2 3. ഞങ്ങളുടെ ചെക്കന്മാരാണ്. കലാശക്കൊട്ടാണ് പരിപാടി കഴിയാനായി. മാമിനോക്കെ ചേർന്ന് എല്ലാരും ചേർന്ന് ചേർന്ന് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ടല്ലേ പറ. ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു. ഇത്രയും കളർഫുൾ ആക്കി തരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും. ഓ, അപ്പൊ ഇന്നലത്തെ ദിവസമോ? ഇന്നലത്തെ ദിവസമോ? മറ്റൊരു കളർഫുൾ. ഈ സമയത്തൊക്കെ എന്താ സോപ്പൊടിയിൽ ഫാമിലി കാര്യമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇന്നലത്തെ എന്തായാലും അടിപൊളിയായി. ഇന്ന് എല്ലാരും പോയി, പെട്ടെന്ന് നേരത്തെ പോയി. ഓഡിറ്റോറിയം അവിടെ ആരും നിൽക്കൂല. ഇതാ 2 വാക്ക് പറയൂ. ഒറ്റ വാക്കിൽ നിർത്തി. അപ്പൊ ഓക്കെ. പാവം കൊച്ചു ഗൈസ്, ഡ്രസ്സിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവള് നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ ടെയിൽ വരുന്ന ആ ഒരു അറബിക് ഗൗൺ പോലത്തെ ഒരു സംഭവമാണ്. ബാറ്ററി ആയിട്ട് നടക്കുന്നത്